സൗദി പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ അബ്ദുൾ റഹീമിന് 1 വർഷം കഴിഞ്ഞാൽ മോചനം. 20 വർഷം തടവ് ശിക്ഷ വിധിച്ച് റിയാദ് കോടതി. റഹീം 19 വർഷമായി ജയിലിൽ. വധശിക്ഷ നേരത്തെ റദ്ദാക്കിയിരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎമ്മിനെ കുരുക്കി ഇഡി കുറ്റപത്രം. 3 മുൻ സിപിഐഎം സെക്രട്ടറിമാർ പ്രതികൾ. പ്രതി ചേർത്തത് കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് എന്നിവരെ. സിപിഐഎം കള്ളപ്പണ ഇടപാട് ബാങ്ക് വഴി നടത്തിയെന്ന് കണ്ടെത്തിയതായി ഇഡി. കുറ്റപത്രം സമർപ്പിച്ചത് കലൂർ PMLA കോടതിയിൽ. മുന്നണി പ്രവേശനത്തിനായി UDFിനോട് ഇടഞ്ഞ് PV അൻവർ. തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ ഘടകകക്ഷിയാക്കണമെന്ന് ആവശ്യം. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നതിലും അൻവറിന് അതൃപ്തി. അൻവറുമായി ചർച്ച നടത്താനൊരുങ്ങി UDF. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മരിച്ച സംഭവത്തിൽ പ്രതി സുകാന്ത് കീഴടങ്ങിയത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. കീഴടങ്ങൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന്. പ്രതിക്ക് 1ലധികം സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് കോടതി. അന്വേഷണത്തിൽ ഇക്കാര്യം തെളിഞ്ഞിട്ടുണ്ടെന്ന് കോടതി. യുവതിയും സുകാന്തുമായുള്ള ചാറ്റുകൾ ചോർന്നെന്ന് പ്രതിയുടെ അഭിഭാഷകൻ. പോലീസ് കസ്റ്റഡിയിലുള്ള ചാറ്റുകൾ ചോർന്നത് എങ്ങനെയെന്ന് ഹൈക്കോടതി. വിശദമായ അന്വേഷണം വേണമെന്നും കോടതി. കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. തീരത്തടിഞ്ഞത് 29 കണ്ടെയ്നറുകൾ. കണ്ടെയ്നറുകളിൽ തീ പിടിക്കുന്ന വസ്തുക്കളും. കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയാൻ സാധ്യത. കണ്ടെയ്നറുകളിൽ തുടരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. ഇന്ന് 11 ജില്ലകളിൽ റെഡ് അലർട്ട്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രത. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. മലയോര തീര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം. നിലമ്പൂരിൽ മീൻ പിടിക്കാൻ പോയയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വല്ലപ്പുഴ സ്വദേശി റഷീദ്. മൂവാറ്റുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൾക്കായി തിരച്ചിൽ. വയനാട് തിരുനെല്ലിയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തി. പ്രവീണയെ കൊലപ്പെടുത്തിയ ദിലീഷും പിടിയിൽ. കുട്ടിയെ കണ്ടെത്തിയത് പ്രതി ദിലീഷിനൊപ്പം. ആക്രമണത്തിൽ പരിക്കേറ്റ മൂത്ത മകൾ ചികിത്സയിൽ.